അമ്മേ, സാധാരണ കല്യാണ ചെക്കൻ വന്ന് പെണ്ണിനെ കാണുന്നതാണല്ലോ പതിവ്. ഇവിടെ പെൺവീട്ടുകാർ ഇങ്ങോട്ട് വന്ന് പയ്യനെ കാണുന്ന രീതിയാ ആണ് കാണൽ ചടങ്ങ്. ഞാൻ ഇത്രയൊക്കെ കളിയാക്കിയിട്ടും മഹി എന്താ ഒന്നും പറയാത്തത്? അതെ, അവന് നാണം വന്നു കാണും, അതുകൊണ്ടാ. ഇത് വാങ്ങിക്കേ. വാങ്ങു മഹി. ഈ ഡ്രസ് ഇട്ടിട്ട് വേണം നീ അവന്റെ മുന്നിലേക്ക് പോവാൻ. പെണ്ണ് നല്ല സുന്ദരിയാണെന്നാ കേട്ടത്. രമേച്ചി സെലക്ട് ചെയ്തെന്ന ഡ്രസ്സാ ഇത് നിന്നെ കൊണ്ടിടിക്കാൻ രമേച്ചി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതാ പോയി ഈ ഡ്രസ് ഇട്ടോണ്ട് വാ. വാങ്ങിക്കും മഹി. ദേ അവരിപ്പ എത്തും. ആന്റി, എനിക്കിപ്പോ കല്യാണം കഴിക്കണ്ട. ഇപ്പോന്ന് പറഞ്ഞ നാളെ മറ്റന്നാളെ ഒന്നും കല്യാണം നടക്കില്ല. ഹലോ, ഞാനാ രമാദേവി. മാഡം, എനിക്കറിയാം. നരേണ്ണം പറഞ്ഞിരുന്നു. അഡ്മിഷൻ എടുക്കുന്ന ദിവസം തന്നെ അവൾക്ക് കോളേജ് മടുക്കണം. ഒരു ബ്രൂട്ടൽ ഡ്രാഗിംഗ്. മാഡം, ക്യാമ്പസിൽ ഇപ്പൊ റാഗിംഗ് ഒക്കെ പടികടന്നു. പക്ഷെ ഞങ്ങൾ നിയമം പഠിക്കുന്നവരായതുകൊണ്ട് ഇവിടെ അതിന് കുറവൊന്നുമില്ല. ആളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടേക്ക്. അവളുടെ ഫോട്ടോ ഇപ്പൊ എന്റെ കയ്യിലില്ല. ഞാൻ അങ്ങോട്ടേക്ക് ഇട്ടേക്കാം. അവളെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങള് ഞാൻ പറയാം. ഹാഫ് സാരിയാണ് അവളുടെ വേഷം. ഓക്കെ, ഈ അടയാളങ്ങളൊക്കെ തന്നെ ധാരാളം. ഈ ക്യാമ്പസിൽ അതുപോലുള്ളതൊക്കെ വളരെ റയർ സ്പീഷീസാ. ഇനി ഞങ്ങൾ നോക്കിക്കോളാം. ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചാൽ മതി. ശരി, ഓക്കെ. ഒരു ഡ്രസ്സ് വാങ്ങുന്നത് പോലെയോ ഒരു വാഹനം വാങ്ങുന്നത് പോലെയോ അല്ല കല്യാണം. അത് എല്ലാ കാലത്തേക്കും ഉള്ളതാ. മനസ്സിനെ ഇഷ്ടപ്പെടുന്നതിനെ വേണം സ്വന്തമാക്കാൻ. മഹിയുടെ ഏട്ടൻ ആ കാര്യത്തിൽ ഭാഗ്യവാനാ. ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ സ്വന്തമാക്കാൻ പറ്റിയല്ലോ. ഞാനും ഭാഗ്യവതിയാ. ഇപ്പോഴും മഹിയുടെ ഏട്ടന്റെ സ്ഥാനത്തില് മറ്റാരെയും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതാ പറഞ്ഞത്, ഈ ജീവിതം എന്ന് പറയുന്നത് പുറത്തുനിന്ന് നോക്കിക്കാണുന്നത് പോലെ അല്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ പറയുന്ന അച്ഛനും അമ്മയ്ക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടപെടലുകളും നടത്താൻ കഴിയില്ല. ആ അവസ്ഥയില് മനസ്സുകൊണ്ട് പരസ്പരം ഇഷ്ടപ്പെടുന്നവരല്ല ഒന്നിക്കുന്നെങ്കിൽ അവിടെ തുടങ്ങും പ്രശ്നങ്ങളെല്ലാം. ഏട്ടത്തി, എനിക്കിപ്പോ ഒരു കല്യാണത്തിന് താല്പര്യമില്ല. ഇത് കേൾക്കാൻ തന്നെയാ ഞാൻ വന്നത്. ഈ കല്യാണം നടക്കാൻ പാടില്ല. മഹി, ഈ കല്യാണത്തിന് നിനക്ക് താല്പര്യമില്ലെങ്കിൽ അതങ്ങ് തുറന്നു പറയണം. മഹി, നിന്റെ ഏട്ടൻ അർജുന് പറ്റിയ അബദ്ധം നിനക്ക് പറ്റരുത്. അതെ മോനെ, അർജുന്റെ സമയദോഷത്തിന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഇനി അവൻ ആ പടുകുഴിന്ന് എണീറ്റ് വരാൻ കുറച്ചു പാടായിരിക്കും. അങ്ങനെ പറയരുതമ്മേ. അർജുനേട്ടനെ രക്ഷപ്പെടുത്തണം. അർജുന്റെ യമകണ്ഠ കാലത്തിന് ചില ആപത്തുകളിൽ പെട്ടുപോയത്. സാരമില്ല, സമയം മാറും, മാറാതിരിക്കില്ലല്ലോ.
ഇനി മഹിയുടെ കല്യാണം കഴിയുമ്പോ മന്ത്രി മന്ദിരത്തിലൊക്കെ ഒരു സ്വാധീനം വരുമല്ലോ. അത് ഒരർത്ഥത്തില് നല്ലതാ. പലരുടെയും കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ പറ്റും. അതെ അതെ. മഹി, കല്യാണത്തിന് മുന്നേ ഈ വീടൊക്കെ ഒന്ന് പെയിന്റ് ചെയ്യണം. കൂട്ടത്തില് പറ്റിപ്പിടിച്ച് കിടക്കുന്ന മാറാലയൊക്കെ നീക്കുകയും ചെയ്യണം. ക്ഷുദ്രജീവികളൊക്കെ വലിഞ്ഞു കയറി തുടങ്ങി. എല്ലാത്തിനെയും അടിച്ചിറക്കി പുറത്താക്കണം. അമ്മേ, എനിക്കിപ്പോ പെട്ടെന്നൊരു കല്യാണം വേണ്ട. കാരണം അതമ്മേ, തീരുമാനിച്ചത് ഞാനാ. ഇവിടെ ഞാൻ പറയുന്നതാണ് തീരുമാനം. ഇത് അവരാ. ഹലോ, ഇറങ്ങിയോ? ആ ശരി, ഓക്കെ. അവരിറങ്ങിയെന്ന്. മഹി, വേഗം ഡ്രസ് ചെയ്തിട്ട് വാ. വാ.